മുതലപ്പുഴയിൽ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യമാണ് വീണ്ടും ഉണ്ടായ അപകടങ്ങളിൽ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് 6:30 മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ഒരു വള്ളം മറിഞ്ഞ് 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചിറയൻകീഴ് അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള മൈക്കിൾ, ജോസഫ്, ഈ പറയുന്ന 2 പേർക്കാണ് ഇന്നലെ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 2022 മുതൽ ഏതാണ്ട് ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 16 പേർക്കാണ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ജീവൻ നഷ്ടമായത്. 2022 5 പേർ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടാകുന്നു. 2023 4 പേർ മരിക്കുന്നു. 2024 വീണ്ടും 5 പേരായി അത് ഉയരുന്നു. അങ്ങനെ ഓരോ വർഷവും മരണസംഖ്യ മുതലപ്പുഴയിൽ കൂടുകയാണ്. അപ്പോഴും മുതലപ്പുഴയിലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പോലും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ടിന്റെ നിർമ്മാണമാണ് ഈ അപകടങ്ങൾക്ക് കാരണം എന്നുള്ള കാര്യങ്ങൾ കൂടി മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം നേരത്തെ പൂർണ്ണമായിട്ട് മണലടിഞ്ഞുകൊണ്ട് വെള്ളം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ മണൽ നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് മണൽ ഭാഗികമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയെങ്കിലും മാറ്റിയതിൻ്റെ അത്ര തന്നെ മണൽ ഇവിടേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗത്താണ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ഇന്നലെ 5 പേർ സഞ്ചരിച്ച മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച വള്ളം മറിഞ്ഞ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. ഒരാൾ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും മറ്റൊരാൾ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയെ മരിക്കുകയുമായിരുന്നു. മറ്റ് 3 പേർ അത്ഭുതകരമായിട്ട് നീന്തി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു വള്ളം മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നു. ശക്തമായിട്ടുള്ള തിരമാലയിൽ അത് ഉയർന്നു പൊങ്ങി അപകടത്തിൽപ്പെടുകയാണ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ചാണ് കടലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ ഇനി ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സ്ഥിരം പല്ലവി പറഞ്ഞു മടുത്തു എന്നുള്ള കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അന്ന് നേതൃത്വം കൊടുത്ത എ എന്ന് പറഞ്ഞാൽ അനിൽ മാത്യുവും എന്ന് പറഞ്ഞാൽ അനിൽകുമാർ, ഇവർ 2 പേരും അവരുടെ ധാർഷ്ട്യം കാണിച്ചതിന്റെ ഫലം, അവർ നടത്തിയ അവരുടെ ധാർഷ്ട്യത്തിന്റെ ഫലമാണ് ഇപ്പോഴും 2 ജീവൻ ഇന്നലെ ബലിയായത്. കൂടാതെ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 14ഓളം അപകടങ്ങളാണ് ഈ മുതലപ്പുഴ അഴിമുഖത്ത് ഈ മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടായിരിക്കുന്നത്. ജൂൺ 30-നുള്ളിൽ ഇവിടെ ഒരു അപകടം ഉണ്ടാകാതെ സഞ്ചാരയോഗ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് ന്യൂനപക്ഷ കമ്മീഷന് ഒരു വ്യക്തമായ വാക്ക് കൊടുക്കുകയും ഉറപ്പ് കൊടുക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ വാക്ക് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വർഷവും 2 തവണ ഡ്രഡ്ജിങ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇവിടെ അത് പാലിക്കപ്പെടാത്തതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നിരവധി ഏകദേശം 79ഓളം കുടുംബങ്ങൾ ഇതുവരെ അനാഥമായിരിക്കുന്നു ഈ മുതലപ്പുഴ കൊണ്ട്. എന്നിട്ടും ഈ ഉദ്യോഗതലത്തിലുള്ള കെടുകാര്യസ്ഥത ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ ഈ വീഴ്ച പ്രവർത്തനങ്ങൾക്ക് മുതലപ്പുഴ ഹാർബറിന്റെ പ്രവർത്തനങ്ങൾക്ക് മന്ദത വരുത്തിച്ച സമയത്തിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മുതലപ്പുഴ അവകാശ സംരക്ഷണ സമിതി നീക്കുകയാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഊർജിതമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആവശ്യം കൂടി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.